ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗ്ലിംസ് ഓഫ് സഫാരി. അപ്പം നമ്മൾ ഇപ്പോൾ ഉള്ളത് മധുരയിലാണ്. ഇത് പുറത്തേക്ക് നോക്കി നമ്മുടെ റൂമിൻ്റെ അവിടെ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ഉള്ള വ്യൂ ആണ്. എന്തോരം ബിൽഡിങ്സ് ആണ് അങ്ങനെ അറ്റം വരെ ഇങ്ങനെ നിരന്നുള്ളത്. നമ്മളിപ്പോൾ രണ്ടുപേരും റെഡി ആയേക്കണതെന്ന് പറഞ്ഞാൽ മധുര മീനാക്ഷി ടെമ്പിളിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് ഇനി അവിടുത്തെ വിശേഷങ്ങൾ കാണാം. അതിനു മുമ്പ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, കാരണം നമ്മളിതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പം എന്നെ കാണിക്കാം ഇന്ന് രണ്ടാ സമയം ഭയങ്കര സെറ്റായിട്ട് മുണ്ടൊക്കെ കൊടുത്ത് സീൻ നമ്മൾ പാവം ഒരു കുർത്ത ടോപ്പിൽ ഒതുക്കി. അപ്പം അങ്ങനെയാണ്. നമുക്ക് എന്തായാലും ഇനി ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ബാക്കി ടെമ്പിളിലോട്ടൊക്കെ പോയി അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണിക്കാവേ. നമ്മൾ പൊങ്കലും നെയ്റോസ്റ്റും ഓർഡർ ചെയ്തു, പക്ഷെ പൊങ്കൽ ഇപ്പം ഇല്ല. അപ്പം അതുകൊണ്ടിട്ട് നമുക്ക് നെയ്റോസ്റ്റും ഇഡ്ഡലി, കുറേ നാൾക്ക് ശേഷം നെയ്റോസ്റ്റ് ഇങ്ങനെ കോണായിട്ട് കിട്ടണത്. നല്ല ക്രിസ്പി സാധനമൊന്നും നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ ഈ ഹോട്ടലിലാണ് സ്റ്റേ ചെയ്തത്. അതിൻ്റെ തൊട്ടരികത്തുള്ള ഷോപ്പിൽ നിന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. നമുക്കിവിടെ ടോട്ടൽ എമൗണ്ട് ആയത് 194 റുപ്പീസ് ആയിരുന്നു ഒരു നെയ്റോസ്റ്റും 2 ഇഡ്ഡലിക്കും. 95 റുപ്പീസ് ആയിരുന്നു, അല്ലേ സോറി 95 റുപ്പീസ് ആയിരുന്നു ഒരു നെയ്റോസ്റ്റിന്. ரொம்ப ജാസ്തി. നമ്മളിപ്പോൾ ടെമ്പിളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. രാവിലെ തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് റോഡിലൊക്കെ. നേരെ ഏകദേശം നമ്മൾ ടെമ്പിൾ എത്താറായി. കുറെ ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ടുണ്ടല്ലോ. കാണുന്നതാണ് ടെമ്പിള്. എന്തോ ഇട്ടിട്ട് കവർ ചെയ്ത് വെച്ചേക്കണേ. റൈറ്റിലോട്ടാ പാർക്കിങ്. വേ ടു പാർക്കിംഗ് റൈറ്റ്. ഓ, ഇവിടെ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലല്ലോ കൊടുക്കുന്നത്. നമ്മുടെ അവിടെ ബ്രോഡ്വേയിൽ വന്നൊരു ഫീല്. അങ്ങോട്ട് കുറച്ചും കൂടെ പോയിട്ട് നോക്കാം. ഈ അരികത്ത് ഭാഗത്തായിട്ടൊക്കെ കുറച്ച് തിരക്ക് കൂടുതലായിരിക്കുമല്ലോ. ഇത് ഇവിടെ എന്തൊക്കെയോ സംഭവങ്ങൾ. ഈ ഭാഗത്തെല്ലാം നോക്കി എൻ്റെ വണ്ടികളൊക്കെ ഇങ്ങനെ വെച്ചേക്കണം. അവിടെ നമ്മൾ വണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമോന്ന് അറിയാൻ പാടില്ല. നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്. എവിടെ പോണേ സായി? മധുര മീനാക്ഷി ടെമ്പിൾ അല്ലേ? അതെ. എനിക്ക് മധുര എന്ന് പറയുമ്പോൾ തന്നെ മറ്റേ ആ പാട്ടാണ് പിന്നെ റിപ്പീറ്റ് അടിച്ച് മനസ്സിൽ വരുന്നത്. മധുരക്ക് പോവാതടി. എവിടെ കൂടെ എൻട്രൻസ് എന്ന് തന്നെ അറിയാമോ? സോറി, ഒരു ചേട്ടൻ്റെ കൈക്കട്ടി ഇടിച്ച്. ആ ചേട്ടൻ ചോദിക്കണം എന്താന്ന്. ഞാൻ ഇങ്ങനെ ഫോൺ പിടിക്കും അല്ലേ? അതെ, രാവിലെ അവിടെ ഇങ്ങനെ നന്നായിട്ട് തെറി കേൾക്കുന്നുണ്ട്. നമ്മളങ്ങനെ ടെമ്പിളിൽ കയറാൻ പോണ്. ഇപ്പൊ തന്നെ 11:45 12 മണി വരെ എന്തൊക്കെ വെച്ചോളൂ. അകത്ത് കയറണം, നോക്കട്ടെ. ടെമ്പിൾ എന്നാണ് എൻ്റെ ഒരു അനുമാനം. ഇവിടെ കുറേ ഇങ്ങനത്തെ ടെമ്പിൾ റിലേറ്റഡ് ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അയ്യോ, ചെരുപ്പ് അവിടെ ടെമ്പിൾ റിലേറ്റഡ് ആണ്. എന്നാലും
അമ്പലത്തിന്റെ പുറത്ത് ചെരുപ്പിടാലോ അല്ലേ? ഇവിടെ എന്താ സാരിയൊക്കെ ഫേമസ് ആണെന്ന് ഞാൻ കണ്ടായിരുന്നു. വിലക്കുറവാണെന്ന് തോന്നുന്നു സാരിക്കൊക്കെ. അത് ശരി. ഉണ്ടായതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടല്ലേ? എവിടെ കൂടെ പോണ്ടെന്നൊന്നും ഒരു ഐഡിയ കിട്ടണില്ലല്ലോ. വർക്ക് കിടക്കണേ ഉള്ളിലൊക്കെ ഫുള്ള്. നമുക്ക് ഈ വഴി നോക്കാം. അങ്ങനെ സക്സസ്ഫുള്ളി വേസ്റ്റഡ് സം ടൈം ഇങ്ങോട്ട് ട്രാവൽ ചെയ്ത്. കാരണം ദേ ഈ പറയുന്ന സാധനങ്ങളൊന്നും ഇവിടെ കയറ്റാൻ പറ്റത്തില്ല. അതെ, ഷെഡ്. അതെ, എന്റെ പൊന്നോ, അതിനകത്ത് ചെക്കിങ് ഉണ്ട്. നമ്മളപ്പം അതെ, നമുക്ക് മെയിൻ ആയിട്ട് നമ്മളെന്താ വീഡിയോസ് എടുക്കണം, അതിനല്ലേ, അല്ലാണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഫോൺ എടുക്കാൻ പാടില്ല, ചാർജർ എടുക്കാൻ പാടില്ല. എൻ്റെ ബാഗിലാണെങ്കിൽ ഫോണ്, ചാർജർ, പെപ്പർ സ്പ്രേ എല്ലാ സാധനവും ഉണ്ടായിരുന്നു. ഇതൊന്നും ഇല്ലാണ്ട് ഞാൻ എൻ്റെ ബാഗ് ഇവിടെ വെച്ചിട്ട്. പിന്നെ ലോക്കർ ഫെസിലിറ്റി ഉണ്ട് കേട്ടോ, പക്ഷേ ഭയങ്കര തിരക്കും കാര്യങ്ങളും. നമുക്ക് എത്രത്തോളം നമ്മുടെ ഇത് സേഫ് ആണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതെ, അത് പറ്റില്ല, വീഡിയോ എടുക്കാനല്ല, ഫോൺ ഒന്നും എടുക്കാൻ പറ്റില്ല. അതെ, നമ്മള് വ്ളോഗിലൊക്കെ ഇങ്ങനെ നിങ്ങളെയും കൂടെ നമ്മൾ ട്രാവൽ ചെയ്ത കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറി നമുക്ക് ആക്ച്വലി നമുക്ക് പ്രത്യേകിച്ച് വേറെ ഒന്നും തൊഴാനോ കാര്യങ്ങളൊന്നും ഇല്ല. ഒരു ഗുണമൊന്നുമില്ല. അതെ, നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഇന്റീരിയേഴ്സ് കാണാന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ കണ്ടിട്ട് മാത്രം കാര്യമൊന്നും ഇല്ലല്ലോ. അപ്പൊ നമ്മളിവിടുന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് തിരിച്ചു പോകാം. നമുക്ക് അമ്പലത്തിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ വെറുതെ നടക്കാം അല്ലേ? പിച്ച പിച്ച. എന്തിനാണാവോ മുണ്ടെടുത്തത്? നമ്മള് പിന്നെ സേഫ് കളി കളിച്ച് എന്തായാലും ട്രാവൽ ചെയ്യണേണ്. സാരിയൊക്കെ വലിച്ചു കെട്ടാനായിട്ട് നമുക്ക് പണിയായിരിക്കും. ജസ്റ്റ് ഇതങ്ങടെ ഇട്ട് ഞാനാണ് സമയം നിർബന്ധിച്ചിട്ട് മുണ്ട് കൊടുക്കാനായിട്ട്. വെറുതെ നടക്കാം. എന്തോ ഒരു സാധനം. എന്താ ഇത്? ഉള്ളിലെന്താ? കൊഴുക്കട്ടെ. ഉള്ളില് തേങ്ങയാണോ? കടല പുഴുങ്ങിയത്, പയറ് പുഴുങ്ങിയത്. കുത്തിയിരുന്ന് തിന്നാണ്. എനിക്കും കൂടെ താ. കൊഴുക്കുട്ട പോലത്തെ ഒരു സംഭവം, ഒരു ലൈറ്റ് യെല്ലോ കളർ അതിൻ്റെ ഉള്ളിൽ. വേറെ സാധനം, ഇത് റാഗിയാണ്. മറ്റേ ചൂടായിരുന്നു നല്ല. എത്ര ചേച്ചി? എവ്വളോ? 25. പച്ചമാങ്ങ കിട്ടി ഗൈസ്. 20 രൂപ. മാങ്ങ അത് കുക്കുംബറ. മാംഗോ മതി. നിങ്ങൾക്ക് അത് ഡിസൈനിലൊക്കെ വെട്ടിച്ച്. വേണ്ട വേണ്ട, ഇത് മതി. എപ്പടി ജിഗർദണ്ഡ കുടിക്കാൻ നോക്കാം. എന്തായാലും അമ്പലത്തിൽ കയറണത് നടന്നില്ല. ഫുഡ് അടിയെങ്കിലും നടക്കട്ടെ. ഞാൻ കണ്ടായിരുന്നു മധുരയിലെ കുറച്ച് ഫേമസ് ആണ് ഈ ജിഗർദണ്ഡ. എന്നൊക്കെ കഴിക്കാം. ജിഗർദണ്ഡ അതെന്താ സാധനം? ജിഗർദണ്ഡ അങ്ങനെയുണ്ട്. എന്ത് സാധനം അത്? എവിടെ ഞാൻ കുടിക്കാം.
പാലട. ഒരരി പോലെ എന്തൊക്കെ ഒന്നാണ്. ചൂടത്ത് കുടിക്കാൻ പറ്റിയ സാധനം. കൽപ്പിച്ചിട്ടുണ്ട്. പക്കവട എന്ന് പറഞ്ഞ പക്കവട എന്ന് പറഞ്ഞ പരിപ്പുവട പോലെ തണുത്തു ക്രിസ്പിയാണോ? എന്ത് സാധനം? എന്താണെന്ന് തോന്നണ? പാട്ടുകള പോലെ മറ്റേ കടലപ്പൊടി തന്നെ. ഉള്ളിവടയുടെ ടേസ്റ്റ്. ആ എനിക്ക് ഉള്ളിയൊക്കെ കിട്ടിയത്. മാങ്ങ ബാഗിലിരിക്കണം. അതെത്രയാണ്? 100 ഗ്രാം 40 രൂപ. എനിക്ക് എന്തായാലും അകത്ത് കയറാൻ പറ്റിയില്ല. അപ്പം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. പുറത്തുനിന്ന് കാണിച്ചു തരാം. അതെ, സാരിയെ കൊടുത്തു വന്നിട്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമുക്ക് നമ്മുടെ വണ്ടി എടുത്തോണ്ടും എവിടെയെങ്കിലും നല്ല സ്പെഷ്യൽ സാധനം കിട്ടണം അവിടെ പോയി തിന്നാലോ. ഇനി അങ്ങനെ നോക്കാം ഗൈസ്. ഡ്രസ് മാറണ്ട, കഴിച്ചിട്ട് കൂടെ റൂമിലോട്ട് പോയി സാധനങ്ങൾ എടുത്ത് നമുക്ക് ചെക്ക് ഔട്ട് ചെയ്യാലോ. പിന്നെ സമയം കളയണ്ട. അപ്പം അങ്ങനെ ചെയ്യാം. ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കണം. നമ്മളൊരു പോലീസ് കരുത്തി ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരത്തിനോട് ചോദിച്ചപ്പോൾ വെജും നല്ലതാ നോൺ വെജും നല്ലതാന്നാ പറഞ്ഞത്. പോയി നോക്കാം. നെല്ലിക്ക 30, ഇപ്പുറത്ത് 20. കാക്കിലോയാ? തെറി പറഞ്ഞു. ഒന്നും വാങ്ങാണ്ട് ഫോട്ടോ എടുക്കണെന്താണ് ചേച്ചി? ഞങ്ങൾക്കൊന്നും വേണ്ട. ഒരു ഹോസ്പിറ്റലാണ് കേട്ടോ. എന്ത് വലിയ ഹോസ്പിറ്റലാന്ന് നോക്കിയാ. ഗവൺമെന്റ് രാജാജി ഹോസ്പിറ്റൽ. കണ്ടിട്ടൊരു ഹോട്ടലിലേക്ക് ലുക്ക്. ഇവിടെ ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നൊരു പേരെന്താണെന്നൊന്നും വായിക്കാൻ പറ്റുള്ള, തമിഴിലാണ്. നമുക്ക് അവിടെ എന്തെങ്കിലും കഴിക്കാനുണ്ടോന്ന് നോക്കാം. കമോൺ. തമിഴ്നാട്ടിൽ വന്നാൽ നമ്മ ഈ ശൈലി വിടാൻ പാടില്ല. അതിങ്ങനെ തോണ്ടി താഴേക്ക്. ഞാൻ എന്താ ഓർഡർ ചെയ്ത? അത് ഇന്നലെ ആയിരുന്നു ചിക്കൻ ചുക്ക. ഇന്ന് ചിക്കൻ ബിരിയാണി കഴിച്ചു നോക്കാം. മധുരൈ ചിക്കൻ ബിരിയാണി ഒഴുകി ചിക്കൻ ബിരിയാണി വന്നു ഗൈസ്. ലെഗ് എന്താ സാധനം പറഞ്ഞു? വേണ്ട, താങ്ക് യു. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് വയറൊക്കെ നിറഞ്ഞ് ഇനി വണ്ടി ഓടിക്കണം. വേണം ഗായ്സ്. അപ്പോൾ നമ്മൾ മധുരയിൽ നിന്ന് റൂം ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മളുടെ പ്ലാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൗണ്ട് ഓക്കെ. ഓ, ആ വ്യൂ കാണിച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ മധുരയിൽ നിന്ന് പളനി വഴി കോയമ്പത്തൂര്, തൃശ്ശൂർ അങ്ങനെ പോകാമെന്നായിരുന്നു. പക്ഷെ അത് അത്യാവശ്യം നല്ല ഓട്ടോ ഉണ്ടെന്ന് തോന്നിയത് കൊണ്ടിട്ട് നമ്മൾ ജസ്റ്റ് പ്ലാൻ ഒന്ന് മാറ്റി മൂന്നാർ ഗ്യാപ്പ് റോഡ് വഴി തിരിച്ചു പോകാനാണ് പ്ലാൻ. അപ്പോൾ ഇവിടെ നിന്ന് തേനി, പിന്നെ പൂപ്പാറ, അവിടുന്ന്
മൂന്നാർ ഗ്യാപ്പ് റോഡ് വഴി നമുക്ക് തിരിച്ച് കൊച്ചിയിലോട്ട് പോകാം. അതാവുമ്പോൾ കുറച്ച് തണുപ്പൊക്കെ കിട്ടി ഹൈ റേഞ്ച് വഴി പോകാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ നമുക്ക് ഈ ഒറ്റൊരു റോഡ് സ്ട്രെയിറ്റ് പോകുമ്പോഴേക്കും മേ ബി നമുക്ക് ഭയങ്കര ചൂടൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ചും കൂടെ റിഫ്രഷ് ആയിട്ട് എന്തായാലും ട്രിപ്പ് കഴിയാൻ വേണ്ടി പോകണമല്ലേ. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് കുറച്ചും കൂടെ റിഫ്രഷ് ആയിട്ട് ട്രിപ്പ് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതുകൊണ്ടിട്ട് നമ്മൾ മൂന്നാർ ഗ്യാപ്പ് റോഡ് വഴിയിട്ടാണ് ഇപ്പോൾ പോകാൻ വേണ്ടി പോണത്. അങ്ങനെ നമ്മൾ നമ്മുടെ ഈ റൂമിൽ നിന്ന് വെക്കേറ്റ് ചെയ്യാൻ വേണ്ടി പോണേണ്. നല്ല സ്റ്റേ ആയിരുന്നു, നല്ല കംഫർട്ടായിട്ടുള്ള സ്റ്റേ ആയിരുന്നു. രാമേശ്വരത്തെ ആ ടയേർഡുള്ള ആ ഒരു ഫീലെല്ലാം നമ്മൾ മാറ്റി. അപ്പം നമ്മള് അതെ സെയിം റേറ്റിൽ നല്ല അതെ നമ്മൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജാക്കറ്റൊക്കെ കൂടെ ഇട്ടിട്ട് നമുക്ക് പോകാം. ഈ വ്യൂ നമ്മൾ മിസ് ചെയ്യും ഗൈസ്. നല്ല രസമാണ് ഇവിടെ നിന്ന് കാണാൻ. അറ്റത്തൊക്കെ ഒരു മലയൊക്കെ ഉണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പം നമുക്ക് പോവാം. അതിന് മുമ്പ് ഇതുണ്ടോ നമ്മൾ ട്രാവൽ ചെയ്തിട്ട് ഞാനാണെങ്കിൽ ലിപ് ബാമോ ലിപ്സ്റ്റിക്കോ ഒന്നും എടുത്തില്ല. എൻ്റെ ലിപ്പൊക്കെ ഭയങ്കര ഡ്രൈ ആയി, സ്കിന്നൊക്കെ നല്ല ഡ്രൈ ആയി. തൽക്കാലം മോയ്സ്ചറൈസർ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലിപ്സ്റ്റിക് ഒന്നും എടുത്തില്ല ഗൈസ്. എല്ലാം പെട്ടെന്ന് പ്ലാൻ ചെയ്ത ട്രിപ്പ് ആയത് കൊണ്ടിട്ടാണ് നമുക്ക് ഒരു സാധനം എടുക്കാൻ പറ്റാഞ്ഞത്. അപ്പം അടുത്ത പ്രാവശ്യത്തെ ട്രിപ്പിൽ അതൊക്കെയല്ലേ നമുക്ക് പരിഹരിക്കണം. ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കണ്ണൊക്കെ എഴുതിയിട്ടൊക്കെ നമുക്ക് വരാം. തൽക്കാലം ട്രിപ്പിൽ ഇങ്ങനെ പോട്ടെ അല്ലേ. അപ്പം നമുക്ക് വേഗം പോകാൻ സമയം കളയണ്ട്. അപ്പം നമ്മുടെ ലഗേജൊക്കെ നമ്മൾ കെട്ടി സെറ്റാക്കാനാണ്. ഇന്നലത്തെ വീഴ്ചയിൽ നമ്മൾ റെയിൻകോട്ടൊക്കെ കീറിപ്പോയിട്ടുണ്ട്. ഇനി മഴ പെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും നനയും, എന്നാലും മൊത്തത്തിൽ നനയൂല എന്നുള്ളൊരു ആശ്വാസം. നമുക്ക് വേഗം മൂന്നാർ പിടിക്കാം. ഇപ്പം തന്നെ സമയം 3 മണി കഴിഞ്ഞ്. ഇനിയിപ്പോൾ ഒരു 4 hours ട്രാവൽ ഉണ്ടെന്നാണ് ഒരു നിഗമനം. പോയി നോക്കാം. യെസ്, പിടിക്കാം. ഓക്കെ, ഇങ്ങനെയാണ് ഗൈസ് ഞങ്ങൾ കേട്ടണത്. എവിടെ ലൂസാണോ? നമുക്കിവിടെ കാരിയർ ഉള്ളതുകൊണ്ട് കാരിയറിൻ്റെ ഇങ്ങനെ ഹോൾസ് ഉണ്ടാകും, അതിലാണ് നമ്മൾ ടൈറ്റ് ചെയ്ത് വെക്കണം. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് ലോക്ക് ചെയ്യും. നല്ല ലൂസാ. പ്രോപ്പറായിട്ട് കെട്ടിയില്ലെങ്കിൽ ഇന്നലത്തെ പോലെ ഊരിപ്പോകും. ലൂസ് ഉണ്ടല്ലോ സാർ. ഞങ്ങൾ ഇതൊന്ന് അഴിച്ച് പണിയിട്ടെ ഗൈസ്. ഞാൻ വ്ളോഗ് എടുക്കുന്നതുകൊണ്ടിട്ട് കറക്റ്റായിട്ട് പിടിച്ചു കൊടുക്കാൻ പറ്റിയില്ല എനിക്ക്. നമ്മൾ മധുരയിൽ നിന്ന് തേനി പോകുന്ന റൂട്ടിൽ വീണ്ടും പെട്രോള് അടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. ഫുൾ ടാങ്കാണ് അടിക്കുന്നത്. $593.34 നമ്മൾ പെട്രോൾ അടിച്ച് ഫുൾ ടാങ്ക് ആക്കിയിട്ടുണ്ട്. പരിപ്പാണ് ഗൈസ് നമ്മളെ കണ്ടത്. പടക്കം പൊട്ടിക്കണം. ആ മരിപ്പോയ സ്ഥലങ്ങളാണ് ഈ പൂക്കളൊക്കെ ഇട്ട് കാണുന്നത്. രാജാവ്
നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്, ആദ്യമായിട്ട് നേരിട്ട് കാണുന്നത്. നോക്കിക്ക്, വഴി നിറച്ച് പൂക്കളാണ്. ഇങ്ങനെ പല കാഴ്ചകളും കാണാൻ പറ്റുന്നുണ്ട്. ഓരോ നാട്ടിലെ കൾച്ചറും ഇങ്ങനെ വഴിയിലൊക്കെ പോകുമ്പോ ഉത്സവങ്ങൾ നടക്കുന്നതും ഓരോരോ ആൾക്കാരുടെ ലൈഫൊക്കെ കാണാൻ നല്ല രസമുണ്ട്. അവിടെ വെള്ളം ഒരു ഫൗണ്ടെയിൻ പോലെ വെച്ചേക്കുന്നു അതിന്റെ മേലെ. നമ്മളിപ്പോ കറക്റ്റ് മധുര ഡിസ്ട്രിക്റ്റ് കഴിഞ്ഞ് മധുര ബോർഡറിൽ നിന്ന് തേനിയിലോട്ട് കയറി. പുലി ഉണ്ട് കേട്ടോ, പുലി. നമ്മളൊരു കേക്ക് വാങ്ങിച്ച് ഒരു ചായയും കൂട്ടി കഴിക്കാം. അതെ, വേറെ എന്തൊക്കെയോ സാധനം ഉണ്ടല്ലോ ഇവിടെ. പേട, ലഡു, കേക്ക്സ്. അപ്പോൾ ഇവിടെ കുറേ മുറുക്ക് ഐറ്റംസ് ഒക്കെ ഉണ്ട്. ചിപ്സ്, ഹായ്, കുക്കീസ്. നമ്മള് തേനി ചുരം കയറിക്കൊണ്ടിരിക്കണേ. 17 ചുരമായിരുന്നു നമ്മള് അങ്ങോട്ട് പോയപ്പോ ഇറങ്ങിയത്. ആ 17 ചുരം നമ്മൾ കേറാൻ വേണ്ടി പോണതാ. നമ്മൾ അങ്ങോട്ട് പോയപ്പോ ഉച്ച സമയത്തായിരുന്നു. ഇതിപ്പോ ചുരത്തിന് അങ്ങനല്ലേ പറയണ, ഹെയർ പിൻ. ആ, ഇനി 17 ഹെയർ പിൻസ് നമ്മൾ കേറാൻ വേണ്ടി പോകണമെങ്കിൽ ഇങ്ങോട്ട് വന്നപ്പോ ഉച്ച സമയമായിരുന്നു, നട്ടുച്ചായിരുന്നു. അങ്ങോട്ട് പോകുമ്പോ ഇരുട്ട് വീണ്. താഴേക്ക് വീഴുണ്ട്, ആ അറ്റത്ത് ലൈറ്റ് ഒക്കെ കാണുന്നത്. താഴെ കാണുന്നതാണ് ട്രെയിൻ. ഗായ്സ്, കോട നോക്കിക്കേ, നമ്മള് മൂന്നാറ് പോലെ എത്തിയിട്ടില്ല. അപ്പോഴേക്ക് നല്ല എന്താണത്? എനിക്ക് അപ്രോഡൊക്കെ ചെല്ലുമ്പോ കോമഡി ആയിരിക്കട്ടോ. സാധാരണ രാത്രിയാകുമ്പോ മൂന്നാറിന്ന് നമ്മള് ഇവിടുന്ന് പാസ് ചെയ്ത് പോയിട്ടുണ്ടാകും. ഇത് നോക്കിയിട്ട് നമ്മളൊന്ന് ഊട്ടി പോയപ്പോ കിട്ടിയ ആ ഒരു കഴിവച്ച്. അതെ അതെ, ഇപ്പൊ കോയമ്പത്തൂർ വഴി വെച്ചെങ്കിൽ വേർത്ത് വിളിച്ചാണ് ഇത്. നോക്കിയേ, അത് ലൈറ്റ് വരുമ്പോ ശരിക്കും ഒരു ഭംഗിയാണല്ലേ. ലൈറ്റൊക്കെ ഇങ്ങനെ മങ്ങിപ്പോണ്ട്. വണ്ടിയുടെ ലൈറ്റൊക്കെ നോക്കിക്കേ. ജാക്കറ്റ് ഇട്ടൊക്കെ കൊണ്ടിട്ട് ഈ തണുപ്പറിയാത്ത കേട്ടോ. മൂന്നാറ് ഗ്യാപ്പ് റോഡ് സ്റ്റാർട്ട് ചെയ്യണതിൻ്റെ അവിടെ തന്നെ ഒരു ഷോപ്പിൽ ചായയും കുടിക്കാം, പിന്നെ നൂഡിൽസും കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ്. നല്ല തണുപ്പുണ്ട് ഇവിടെ. അതിൻ്റെ ചായ കിട്ടി, എൻ്റെ നൂഡിൽസ് അവിടെ ആയിക്കൊണ്ടിരിക്കും. എൻ്റെ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. ബസ് കഴിക്കും, വേഗം കഴിക്കാം. അവര് ക്ലോസ് ചെയ്യണേ. നമ്മളെ ഗ്യാപ്പ് റോഡ് കയറിയിട്ടാ, ഇവിടെ നല്ല കോടയാണ്.
വണ്ടിയുടെ ലൈറ്റ് അടിക്കുമ്പോഴാണ് നന്നായിട്ട് കാണാൻ പറ്റുന്നത്. ഐസ് പോലെ നമ്മള് മൂന്നാറ് വന്നിട്ട് രാത്രിത്തേക്കുള്ള ഫുഡ് വാങ്ങിച്ചു. ആസ് യൂഷ്വൽ പൊറോട്ട, ചിക്കൻ ഫ്രൈ. പൊറോട്ടയും ചിക്കൻ ഫ്രൈയും ഗ്രേവി. കപ്പ ബിരിയാണി കൂടെ പറഞ്ഞേ. അപ്പൊ നമുക്കുള്ള കപ്പ ബിരിയാണി റെഡിയാക്കണം. താങ്ക് യു. ഇത് പോവാം. ഫോൺ കോളിലാണ് കേട്ടോ. ഈ സൈഡില് കൊത്തു പൊറോട്ടയൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലം. വൈബ്സ് അറ്റ് മൂന്നാർ. നമുക്ക് ഇവിടെ നിന്ന് തിരിച്ചു പോണം. നമ്മൾ സ്റ്റേ എടുത്തേക്കണത് പള്ളിവാസൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെന്നാ ഫുഡ് വാങ്ങിച്ചേ. നേരത്തെ പോയപ്പോൾ തുടങ്ങി പറയണേ ഡാർക്ക് ചോക്ലേറ്റ് വാങ്ങിക്കണം, ഡാർക്ക് ചോക്ലേറ്റ് വാങ്ങിക്കണം. നമുക്ക് ചോക്ലേറ്റ് വാങ്ങിക്കണം. ഓ ഹെൽത്ത് കോൺഷ്യസ് ആണ്. ട്രിപ്പ് കഴിഞ്ഞാൽ പിന്നെ ഡേറ്റാണ്. ആ ശരിയാണ്. എല്ലാ ദിവസവും തിങ്കളാഴ്ച ഉണ്ടല്ലോ, എല്ലാ ആഴ്ചയിലും തിങ്കളാഴ്ച ഉണ്ടെന്ന് പറയണമല്ലേ. നമുക്ക് ഈ കടയിൽ കയറാം. ഈ കടയുടെ പേരെന്താ? ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് ആൻഡ് ഡ്രൈ ഫ്രൂട്ട്സ്, ടീൽ ആൻഡ് സ്പൈസസ്. നമ്മൾ സ്റ്റേയുടെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ മരിയ ക്ലിഫിലാണ് നമ്മൾ സ്റ്റേ എടുത്തേക്കുന്നത്. നല്ല ഇറക്കമുണ്ട്. സമയം അവിടെ വണ്ടി വെച്ച് നമ്മൾ നമ്മുടെ റൂമിൽ ചെക്ക് ഇൻ ചെയ്ത്. ഇതാണ് നമ്മുടെ ബെഡ്റൂം. ഇവിടെ പുറത്ത് എനിക്കങ്ങനെ വാട്ടർഫോൾ അതെ സൗണ്ട് ഉണ്ട്, വാട്ടർഫോളിൻ്റെ. ഉണ്ട്. ഇനി രാവിലെ നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നല്ല അടിപൊളി വ്യൂ ആയിരിക്കും. പിന്നെ മഴയൊക്കെ പെയ്യുന്നുണ്ട് കേട്ടോ. കാരണം ഫ്രണ്ടിൽ തന്നെ വലിയ കാട്ടൊരു മലയാണ് അവിടെ. അതെ, അവിടെ പൂളൊക്കെ ഉണ്ട്. നമ്മളെന്തായാലും ഇപ്പോൾ പൂളിൽ ഇറങ്ങത്തില്ല, നല്ല തണുപ്പുണ്ട്. അതെ, മോർണിംഗ് ഇറങ്ങാം. ആലോചിക്കാം. എനിക്ക് തണുപ്പ് നല്ലപോലെ ഉണ്ട്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് ഈ വ്യൂ കാണണം. അപ്പം നമ്മൾ ഫ്രഷപ്പായി. ഇതേ കപ്പ ബിരിയാണി, ചിക്കൻ ഫ്രൈ, പിന്നെ ഗ്രേവി, പൊറോട്ടയൊക്കെ ആയിട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇവിടെ റിസോർട്ടിൽ തന്നെ ആക്ച്വലി ഫുഡൊക്കെ അവൈലബിൾ ആണ്. അവിടെ ആൾക്കാരൊക്കെ വന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ വന്നപ്പം കുറച്ച് ലേറ്റായിപ്പോയി അല്ലേ സവി? കുറച്ചധികം ലേറ്റായിപ്പോയി. അപ്പോൾ അവർക്ക് ഫുഡൊക്കെ ഓർഡർ എടുക്കാനുള്ള ടൈമൊക്കെ കഴിഞ്ഞെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നമുക്കിവിടെ പറഞ്ഞാൽ മതിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്തായാലും വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പൊറോട്ടയും ചിക്കൻ ഫ്രൈ ഒക്കെ കൂട്ടി ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാം. ആക്ച്വലി നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. എന്നുവെച്ചാൽ ഇവിടെ പാട്ട് കേൾക്കുന്നുണ്ടോ നിങ്ങൾ? കേൾക്കണുണ്ടോയെന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷേ ഇവിടെ അമ്പലത്തിൽ നിന്ന് എന്തൊക്കെയോ പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. പിന്നെ വാട്ടർഫോളിൻ്റെ സൗണ്ട്, മഴയൊക്കെ പെയ്യുന്നുണ്ട്. ഈ ഒരു വൈബ് ഇരുന്ന് ഈ ഫുഡൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രസം. അപ്പം നമുക്ക് കഴിക്കാം. സ്റ്റാറ്റസ് ഇടുന്നതിൻ്റെ തിരക്കാം. അതാ നമ്മൾ കഴിക്കാൻ തുടങ്ങി. കപ്പ ബിരിയാണി സൂപ്പർ അല്ലേ? പക്ഷേ കൂടെ കിട്ടിയ ഗ്രേവി വലിയ ഗുമ്മില്ല കേട്ടാ. ചിക്കൻ ഫ്രൈ കൊള്ളാം. അപ്പം നമുക്ക് കഴിക്കാം ഗായ്സ്. ഇനി ഓ യാ നല്ല വാട്ട കോഫിയാണ്. എനിക്ക് കോഫി ഉണ്ടാക്കാൻ അറിയാൻ പാടിഞ്ഞിട്ടല്ല.
അതെ ഇവിടെ ഈ മറ്റേ നമുക്ക് നമ്മളെ നൈറ്റ് ആണെങ്കിൽ അവരോട് ചോദിച്ചില്ല, അതെ തരും എത്ര ചോദിച്ചാലും തരും. അതെ നമുക്ക് ട്രയൽ കിറ്റിലുണ്ടായിരുന്ന കാപ്പി പൊടിയും 2 പഞ്ചസാര വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയത്. അതുകൊണ്ടിട്ടാണ് വാട്ടവെള്ളം പോലെ ഇരിക്കുന്നത്. കുഴപ്പമില്ല. അതെ അതെ അഡ്ജസ്റ്റ് ചെയ്താൽ മതി, അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ കഴിക്കട്ടെ. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ ഇവിടെ കുറേ ലൈറ്റ്സ് ഒക്കെ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നേ. ഇപ്പൊ നോക്കിക്കേ ഒന്നും കാണാനില്ല, ഫുള്ള് കോടയാണിത്. ലൈറ്റ് ഒന്നും കാണാനില്ല, ആകെ ഈ സൈഡിൽ മാത്രമേ ഉള്ളൂ. അവിടെ ഉണ്ടായ ലൈറ്റ്സ് ഒന്നും കാണാനില്ല. ഫുഡ് കഴിച്ചു പക്ഷെ ഫുഡ് കഴിച്ചോണ്ടിരുന്നപ്പോ അവിടെ പടക്കം പൊണ്ണുന്ന സൗണ്ട് കേട്ടോ. അവിടെ ഒരു അമ്പലത്തിൽ ഞാൻ പറഞ്ഞില്ലേ പാട്ട് കേൾക്കണുണ്ടായിരുന്നു, ആ അമ്പലമൊന്നും ഇപ്പൊ കാണാനില്ല. മേളിലെ ഈ സൈഡില് അവിടെ മേളിലൊക്കെ ലൈറ്റ് ഉണ്ടായിരുന്നതൊക്കെ പോയി, ഫുള്ള് കോടി. അയ്യോ ഇത് ഫോണിൽ കറക്റ്റായിട്ട് മനസ്സിലാവില്ല. മലയൊക്കൊന്നും കാണാനില്ല, ഒന്നും കാണാനില്ല. അടിപൊളി ഗായ്സ്. 11 മണിയായി സമയം. ഇപ്പം ഈ കോടയൊക്കെ വന്ന് നോക്കി, നേരത്തെ വന്നതിൻ്റെ ഇരട്ടി കോടയുണ്ട് ഇപ്പം. ഇപ്പം ചുറ്റും ഒന്നും കാണാൻ പറ്റില്ല. നേരത്തെ അവിടെ ഒരു ആ ഗ്രീൻ നല്ല തെളിഞ്ഞ് അവിടുത്തെ നെയിം ബോർഡ് കാണാൻ പറ്റുമായിരുന്നു. അതെ ഇപ്പൊ ഈ ആ മലയിലുള്ള ഒന്നും കാണാൻ പറ്റാറില്ല, ഫുൾ ഇരുട്ട്. ആ ഒരു പൊടിക്ക് അത് ക്യാമറ കിട്ടില്ല, ഫുള്ള് കൂടെ വൈബ് വൈബ്. ആ സവിനെ കാണാൻ പറ്റുന്നുണ്ട്, എന്നെ കാണാൻ പറ്റുന്നുണ്ട്.